ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ദിവസവും ഓരോരോ കാര്യങ്ങൾ ചൂട്ടോടെ പറയുന്നു, ശരിയാണ്. പക്ഷേ ഇടയ്ക്ക് ചില അനുഭവങ്ങളുള്ള ചില കാര്യങ്ങൾ പറയുന്നത് നന്നായിരിക്കുള്ളൂ. ഇത്തവണ വെച്ചാൽ ഇപ്പം ഞാൻ മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്കാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇടക്കാലത്ത് വെച്ച് കുറേ നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാനൊരു പരിപാടി ഉണ്ടായിരുന്നു. വെറുതെ ആരുടെയും ഓശാരത്തിനൊന്നും അല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ വിചാരിക്കൊന്നും വേണ്ട. അപ്പം അങ്ങനെ വന്നപ്പോൾ നമ്മൾ സ്വർഗീയത്ര അപ്പച്ചൻ സ്വർഗീയത്രന്ന് കത്തി നിൽക്കുന്ന സമയമാണ് ശരിക്കും തന്നെ, സ്വന്തം ഡിസ്ട്രിബ്യൂഷനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ സംസാരം എത്തിയേ, കാരണം അപ്പച്ചൻ സിനിമ എടുക്കാൻ വരുമ്പോഴും നമ്മൾ അതിലൊരു കാരണക്കാരൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണത് ഞാനൊരു പടം എടുക്കാൻ തീരുമാനിച്ചു. ആ പടം എടുത്താൽ പോരല്ലോ, അത് നന്നായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ സ്വർഗീയത്രയായിട്ടൊരു ധാരണയിലെത്തി. അപ്പോൾ അപ്പച്ചൻ ഒരു ഡിമാൻഡ് ഇങ്ങനെ വെച്ചു. സെക്കൻഡ്, അതായത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ശ്രീനിവാസനെ കൊണ്ട് രചനയും സംവിധാനവും അഭിനയം എല്ലാം വയ്ക്കുന്നത് ചെറിയ ബഡ്ജറ്റിൽ നമുക്കൊരു നിങ്ങൾ സിനിമ എടുക്കുന്നത് നിങ്ങൾക്ക് ഗുണമുണ്ടാവുള്ളൂ. ഒരു ബഡ്ജറ്റ് വലുതായിട്ട് കാര്യമില്ല, അപ്പോൾ നിങ്ങൾക്കൊരു ഗുണമുണ്ടാവുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ശ്രീനിവാസൻ രണ്ടാമത് സിനിമ ചെയ്യാൻ സാധ്യത കുറവാണ്. അയാൾ അന്ന് ഒരു ചക്ക വീണ് മോരിട്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നടക്കുന്നത്, ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ കൊടുക്ക്, ശ്രീനിവാസൻ സമ്മതിച്ചാൽ ഓക്കെ ഈ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ശ്രീനിവാസനായിട്ട് ഇങ്ങനെ സംസാരിച്ചു. ഇനി നിങ്ങളുടെ രണ്ടാമത്തെ സിനിമ സംവിധാനം എന്നാണ് തുടങ്ങുന്നത്, അത് ഞാനാണ് ചെയ്യാൻ പോകുന്നതിലല്ല, നമ്മൾ മാധ്യമപ്രവർത്തന നിലയ്ക്ക് സംസാരിച്ചു. അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, ഒന്നും തീരുമാനിച്ചിട്ടില്ല. അത് അങ്ങനെ ഒരു നിർബന്ധത്തിന്, അതായത് വിന്ധ്യൻ എന്നുള്ള പ്രൊഡ്യൂസർ നമ്മുടെ സുഹൃത്തു കൂടിയാണ്, അയാളൊരു ഡിമാൻഡ്, അത് സാമ്പത്തികം തന്നെയാണ് അതിൻ്റെ പ്രശ്നം വന്നിരുന്നത്. എത്ര ഉറുപ്പിക തരാമെന്ന് ആ അട്രാക്ഷനിലാണ് ഞാനന്ന് സമ്മതിച്ചു പോയത്. അപ്പോൾ അങ്ങനെയായത്. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, പണം ഒരു പ്രധാന ഘടകം തന്നെയാണ്. അപ്പോൾ സീനി ഒരു പടം കൂടി ചെയ്താലോ, അല്ല ചെയ്യില്ല എന്ന് പറയില്ല, ഭാവിയിൽ ഇപ്പോൾ എന്തായാലും സമയമില്ല എന്ന് പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു കാര്യം, നിങ്ങളിപ്പോൾ എവിടെയുണ്ട്? ഇപ്പോൾ വീട്ടിലാണ്, പക്ഷെ നാളെ ഞാൻ മഹാറാണി ഹോട്ടലിലേക്ക് വരും. കാരണം എനിക്ക് ഈ സത്യൻ്റെ പടം നടക്കുന്നുണ്ട്. അവിടുന്ന് മഹാറാണി താമസിച്ചിട്ട് എനിക്ക് സത്യൻ്റെ പടത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞേക്കാണ്. അത് നമുക്ക് മഹാറാണി ഹോട്ടലിൽ വെച്ച് കാണാം. അപ്പോൾ ഞാനിവിടുന്ന് നേരെ മഹാറാണി ഹോട്ടലിൽ ചെല്ലുന്നു, സീനിയുടെ മുറിയിൽ ചെല്ലുന്നു. അപ്പോൾ സീനി അന്നും രണ്ട് പിള്ളേർ, ഈ രണ്ടുമത്തെ വിനീത് ശ്രീനിവാസൻ ധ്യാനസൊക്കെ രണ്ട് പിള്ളേർ കൂടിച്ചാടി നടക്കുകയാണ് വീടുകൾ. ശ്രീനിവാസൻ വൈഫ്, ഇവർ 4 പേരാണെന്ന് വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും. അപ്പോൾ എന്താണ് നിങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം? ഞാൻ ഇൻ്റർവ്യൂ എടുക്കാൻ വന്നതല്ല, ഞാൻ മുമ്പ് നിങ്ങളോട് കാര്യം സംസാരിച്ചിരുന്നു. നിങ്ങൾ രണ്ടാമത്തെ സിനിമ ചെയ്യണം, അതായത് രചന, സംവിധാനം, അഭിനയം ശ്രീനിവാസൻ, ഇത് വേണം. ഇതിന് വേണ്ടിയിട്ടാണ് ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 5 പൈസ നിങ്ങൾ കുറയ്ക്കണ്ട, നിങ്ങളുടെ റെമ്യൂണറേഷൻ മേടിച്ചോ, പക്ഷേ സെക്കൻഡ് അട്രാക്ഷൻ എന്നുള്ള ഈ സിനിമ എനിക്ക് ചെയ്ത് തരണം എന്ന് പറയുന്നത്. അല്ല, അതിപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ അതിന് തയ്യാറെടുപ്പൊന്നും നടത്തിയിട്ടില്ല. ഒന്നാമത് അതിന് പറ്റിയ കഥ കണ്ടെത്തണം. രണ്ടാമത് എനിക്ക് കുറേ സിനിമകളുണ്ട്, കുറേ എഴുതി തീർക്കാനുണ്ട്, കുറേ അഭിനയിച്ച് തീർക്കാനുണ്ട്. അപ്പോൾ എന്തായാലും നീണ്ടുപോകും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതുകൊണ്ടൊന്നും തീരില്ല. അപ്പോൾ ഞാൻ എൻ്റെ ചെറിയൊരു സൂട്ട് കേസായിരുന്നു. ഈ സൂട്ട് കേസ് എടുത്ത് ഞാൻ സിനിമയിൽ കാണുന്ന പോലെ ശ്രീനിവാസന് മുമ്പിലേക്ക് വയ്ക്കുന്നു. ശ്രീനിവാസൻ, ഇതെന്താണത്? ഞാൻ അതിൽ കുറച്ച് ലഡ്ഡുവാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ലഡ്ഡുവോ? ഇതിലാണ് ലഡ്ഡു കൊണ്ടുവരുന്നത്, നിങ്ങൾ തുറക്കുമെന്ന് പറഞ്ഞു. തുറന്ന് നോക്കിയപ്പോൾ 1.5 ലക്ഷം രൂപ. ഞാൻ പറഞ്ഞു, 1.5 ലക്ഷം രൂപയുണ്ടതിൽ, അതെടുക്കാം അഡ്വാൻസ്. ഇനി എന്ത് പറയുന്നു, നമുക്ക് ആ പടം ചെയ്തുകൂടെ? ശ്രീനിവാസൻ കുറച്ചിങ്ങനെ ആലോചിച്ചിരുന്നു. ഇനി ചെയ്യാൻ വിരോധമൊന്നുമില്ല, നമുക്ക് ആലോചിച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ തന്നെ വാർത്ത കൊടുക്കാൻ പോകുകയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പ്രോജക്റ്റ് ഇരുന്നത്. അപ്പോൾ തന്നെ ഞാൻ അപ്പച്ചനെ വിളിച്ച് പറഞ്ഞു, അപ്പച്ച, ഞാൻ ചെയ്യുന്ന പടം അപ്പച്ചൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ശ്രീനിവാസൻ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ശ്രീനിവാസൻ പ്രത്യേകം പറഞ്ഞത് ശ്രീനിവാസനോടൊപ്പം ഉർവശിയാണെന്ന്. ഈ ആൾക്കാരെ വിളിക്കും വളരെ കുറച്ച് കഥാപാത്രങ്ങൾ. ഉർവശി നിങ്ങളുടെ ഭാര്യയായിട്ട് വരും, അങ്ങനെ ആയിരിക്കണം. ആ രീതിയിലാണ് പിന്നെ KPC എഴുതുക. അത് നമ്മുടെ ഈ എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന സിനിമക്കാരും സിനിമാ കഥാപാത്രങ്ങളും ഗ്രാമീണ പശ്ചാത്തലത്തും അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ചിരുന്നത്. അങ്ങനെ ആലോചിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങളിരുന്നു, മഹാറാണി ഹോട്ടലിലിരുന്നു. അപ്പോൾ നമ്മുടെ ജയരാജിനെ വിളിച്ചു. ഇന്നത്തെ ലോക പ്രശസ്ത സംവിധായകൻ ജയരാജ്, നമ്മുടെയൊക്കെ ഫ്രണ്ടാണ്. ജയരാജിനെ വിളിച്ച്, ജയരാജ് അന്ന് പടം ചെയ്തിട്ടുണ്ടെങ്കിലും സീനി വിളിച്ചപ്പോൾ അസോസിയേറ്റഡ് ചെയ്യാൻ തീരുമാനിച്ചു വരുന്നു. രാധാകൃഷ്ണൻ പ്രൊഡക്ഷനിലാണെങ്കിൽ രാധാകൃഷ്ണൻ കളിയാട്ടം പോലുള്ള സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ സുഹൃത്ത്. അയാൾ വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു, പാട്ടുകൾ നല്ല പാട്ടുകളായിരിക്കും നമ്മളെല്ലാം കൊണ്ടും. അത് ജോൺസൺ മ്യൂസിക് ആവട്ടെ, കൈതപ്പുറം എഴുതട്ടെ, അങ്ങനെയെല്ലാം സെറ്റപ്പായി. അപ്പോൾ ക്യാമറ നല്ല അങ്ങനെല്ലാം തയ്യാറെടുത്ത് ഞങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക.
അപ്പോൾ ജയരാജിന് വേറൊരു ഗുണമുണ്ട്. ജയരാജ് ഈ സ്റ്റോറി ഡിസ്കഷന് നല്ല ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ചെറുപ്പക്കാരൻ കൂടിയാണ്. അത് ഈ ജയരാജ് സിനിമകൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഭരതേട്ടൻ്റെ സിനിമ ചെയ്യുമ്പോഴും ഭരതേട്ടൻ അസോസിയേറ്റ് ആയിരുന്നല്ലോ, അതിലും ജയരാജിൻ്റെ കോൺട്രിബ്യൂഷൻ ധാരാളമാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണത്. ഒക്കെ അങ്ങനെ ഇരുന്ന് സംസാരിച്ച കൂട്ടത്തിൽ ഇതിന് പറ്റിയൊരു കഥ ഞാൻ പറഞ്ഞുതരാം. കഥ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമാവുമോ നോക്കുക. വേറെ ഒന്നുകൊണ്ടൊന്നുമില്ല, എൻ്റെയും എൻ്റെ വൈഫിൻ്റെയും ജീവിതത്തിലുണ്ടായ സംഭവങ്ങൾ തന്നെ ആയിക്കോട്ടെ. ആ സംഭവം എന്ന് വേറൊന്നുമല്ല, ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് പ്രണയ വിവാഹമൊന്നും ആയിരുന്നില്ല. കാരണം പ്രണയമല്ല, കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചിട്ട് ഏകദേശം ആയപ്പോൾ ഇപ്പോൾ ഞാൻ അന്ന് കേരള സ്വന്തം ഓഫീസിൽ അസിസ്റ്റൻ്റ് എഡിറ്ററായിട്ടാണ് ജോലി ചെയ്യുന്നത്. കുട്ടി അവിടെ MA കഴിഞ്ഞ് പഠിപ്പിക്കാൻ പോവുകയാണ്. ആ സമയത്താണ് ഞങ്ങൾ ഇവിടെ ഈ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു വെച്ചാൽ തീരുമാനമായി, വീട്ടുകാർ ഇടപെട്ടു, തീരുമാനമായത്. അപ്പോൾ ആ സമയത്ത് കത്തുകൾ എഴുതിയിരുന്നു. ഇന്ന് കത്തുകൾ കുറവല്ലേ. ഈ കത്ത്, അതായത് ആഴ്ചയിൽ ദിവസവും കത്തുകൾ എഴുതുന്നൊരു രസകരമായ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അവരെഴുതിയിരുന്ന കത്തുകൾ ഉണ്ട്, ഞാൻ എഴുതുന്ന കത്തുകളൊക്കെ ഉണ്ട്. അവർ വരുന്ന കത്തുകളൊക്കെ ഞാൻ വായിച്ച് ഞാൻ കേൾക്കി കളയാറുണ്ട്. പക്ഷേ ഇവരത് സൂക്ഷിച്ച് വയ്ക്കുന്നത് എനിക്കറിയില്ലല്ലോ. കല്യാണം കഴിഞ്ഞു. കല്യാണവും കല്യാണത്തിന് മുമ്പുള്ള ജീവിതവും രണ്ടും രണ്ടാണ്. അപ്പോൾ ഞാൻ അന്ന് എഴുതിയൊക്കെ സൂക്ഷിച്ചിട്ട് ഈ സുലോചന എന്നുള്ള കഥാപാത്രത്തിൻ്റെ ഭാര്യ ഈ കത്തുകളെടുത്ത് ഓരോ ദിവസവും ഈ കത്തിൽ നിങ്ങൾ എഴുതി എന്താണെന്ന് വായിക്കൂ, അവരെന്നെ വായിക്കുന്നു. ഇതാണ് അന്ന് എഴുതിയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കൊള്ളത്തരം കാണിക്കല്ലേ, ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞൊന്നും ചെയ്യില്ലല്ലോ. അതിൻ്റെ മൂടതാണുള്ളത്. ഇങ്ങനെ ഓരോ കത്തും ഇത് പറഞ്ഞപ്പോൾ ശ്രീനിവാസൻ എല്ലാവർക്കും ഇഷ്ടമായി. ജയരാജ് കൊള്ളാം, ഈ സാധനം കൊള്ളാം, ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്യാമെന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ പുറത്താണ് നമ്മൾ പിന്നെ സാധനം പോയി എന്നാലോചിക്കണം. അപ്പോൾ സുലോചന തന്നെയാണ് പേരിട്ടിരിക്കുന്നത്. എൻ്റെ വൈഫിൻ്റെ പേര് സുലോചനയാണ്. ആ കഥാപാത്രം അങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നത്. അതും വെച്ചിട്ട് ശ്രീനിവാസനെ എഴുതാൻ തീരുമാനിച്ചപ്പോൾ ശ്രീനിവാസൻ ഒരിടത്ത് അങ്ങനെ അടങ്ങിയിരുന്ന് എഴുതുന്ന സ്വഭാവമായിരുന്നില്ല അങ്ങോട്ട്. ഇപ്പം ഇന്നലെ മഹാറാണി ഹോട്ടലാണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് വേറെ ഇന്ന സ്ഥലത്തേക്ക് പോകാം. അത് മഹാറാണി ആവണമെന്നില്ല, വേറെ കുറച്ചും കൂടി സ്ഥലത്തെ യാത്രയാവാം. അങ്ങനെ ഓരോരോ കേന്ദ്രങ്ങളിൽ ചിലപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ അവിടെ പോയിരുന്ന് റൂം എടുത്ത് അവിടെ എഴുതി. പിന്നെ ഞങ്ങൾ തൃശ്ശൂർ പോയിരുന്നു, രാമനിലയത്തിൽ പോയിരുന്നു. ഇങ്ങനെ ഓരോ കേന്ദ്രങ്ങളിൽ പോയിട്ട് കുറച്ച് എഴുതി ഡിസ്കസ് ചെയ്തിരിക്കുന്ന ആലോചിക്കണം. അങ്ങനെ ചെയ്തപ്പോഴാണ് ഇൻസ്പെക്ടർ ബൽറാം. അപ്പോൾ ഈ പുരോഗതിയൊക്കെ ഞങ്ങൾ അപ്പോൾ എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. ഇയാൾ നമ്മുടെ കൈതപ്പുറം പാട്ട് എഴുതാൻ തയ്യാറായിട്ടുണ്ട്. ജോൺസൺ വരാമെന്നും മദ്രാസിൽ നിന്ന് വരാമെന്നും പറഞ്ഞു. അങ്ങനെ എല്ലാം സജീവൻ്റെ വാർത്തകളായി ശരിക്കുന്നുള്ളതാണ്. അതായിരുന്നു നല്ലൊരു ക്ലീൻ പടം ചെയ്യാൻ പോകുന്നു. ശ്രീനിവാസൻ രണ്ടാമത്തെ പടം, അതും സ്വർഗീയത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത എന്നാലോചിക്കണം. അങ്ങനെ വന്ന് ഞങ്ങൾ വീണ്ടും തിരിച്ച് മഹാറാണി ഹോട്ടലിലെത്തി. അപ്പോൾ കഥയെക്കുറിച്ച് തിരക്കഥ ഏകദേശം ഒരു പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നാലോചിക്കണം. അപ്പോൾ അന്ന് ഈ ഇൻസ്പെക്ടർ മമ്മൂട്ടി ഇങ്ങനെ കത്തി ജ്വലിച്ചിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സിനി നമുക്ക് ഒരു സിനിമയ്ക്ക് പോലെ സിനി എന്നൊക്കെ ഒരു ഇതായിട്ട് പറഞ്ഞു. ശ്രീനിവാസൻ കിടന്ന് ഉറങ്ങാൻ നോക്കണം ഈ സിനിമ. അല്ല അത് മമ്മൂട്ടി പടമാണത്, ഇത് കടം കണ്ടിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മമ്മൂട്ടി എവിടെ കോഴിക്കോട്ടാണ്. ഞാൻ മമ്മൂട്ടി സംസാരിച്ചു, മമ്മൂട്ടി ആ പടം ഒന്ന് കാണാൻ പോവുകയാണ്, സീനി ഒന്ന് നിർബന്ധിച്ചേക്കണേ, അയാൾ ഉഴപ്പി അടക്കുകയാണെന്നാണ്. അപ്പോൾ മമ്മൂട്ടിയുടെ കോള് വന്നു. എന്താ സീനി എന്തൊക്കെയുണ്ട്, എവിടെയുണ്ട് വിഷയം, എഴുത്തൊക്കെ എവിടെയും വരെയായി, നിങ്ങളുടെ സാധനം കഴിയാറായോ, പല്ലിശ്ശേരി വഴിയാതരാകുമോ എന്നൊക്കെയാണ് മമ്മൂട്ടിയുടെ ഡയലോഗ് വരുന്നത്. അല്ല, വഴിയാതരാവേണ്ട ആളാണെങ്കിൽ വഴിയാതരാകും. അതാണല്ലോ ശ്രീനിവാസ ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഞാനും വഴിയാതരാവുന്നിരിക്കും എന്നൊക്കെ സീനി സംസാരിച്ചു. എന്നാൽ ഒരു കാര്യം ചെയ്യും, താൻ വഴിയാതരാവരും, താൻ പോയിട്ട് എൻ്റെ ആ സിനിമ ഒന്ന് കാണും, ഇൻസ്പെക്ടർ ഫെല്ലാം സിനിമ ഒന്ന് കാണും. അതാണ് പറയാനാണോ? അതല്ലെങ്കിലും ഞാൻ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. പല്ലിശ്ശേരി പറഞ്ഞെങ്കിലും ഞാനത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും സെക്കൻഡ് ഷോയ്ക്ക് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് പല്ലിശ്ശേരിക്ക് അറിയില്ല എന്നതിൽ ശ്രീനിവാസ് സംസാരിച്ചു. ഞങ്ങൾ സെക്കൻഡ് ഷോയ്ക്ക് വന്നിട്ട് അപ്പോൾ അവിടെ കോഴിക്കോടാണത്. കോഴിക്കോട് നല്ല തിയേറ്ററാണത്, റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഒരു തിയേറ്ററാണ് അത്. അവിടെ ചെല്ലുമ്പോൾ സിനിമ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ചെല്ലണം. കാരണം ആൾക്കാരൊക്കെ കയറി കഴിഞ്ഞതിന് ശേഷം. പക്ഷെ ഞങ്ങൾക്ക് പറ്റിയെന്താ പറയുക, ആൾക്കാർ കയറി കയറ്റി ഹൗസ്ഫുള്ളാണ്, പുറത്ത് ധാരാളം ജനം നിൽക്കുകയാണത്, കാറിടാൻ ശരിക്കും സ്ഥലമില്ല എന്നേക്കണം. എന്നാലും അവിടുത്തെ ഗേറ്റ്മാനും വാച്ചറൊക്കെ കൂടി അവരെല്ലാം കൂടി കാറ് ഞങ്ങൾ ഒതുക്കിയിട്ട് ഞങ്ങൾ ശ്രീനിവാസൻ തലയിൽ മുണ്ടിട്ടിട്ട് ഞങ്ങൾ കൂടി കയറി തിയേറ്ററിലെത്തി സിനിമ കണ്ടുകൊണ്ടിരിക്കുക. ശ്രീനിവാസനകത്ത് കടന്നു എന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ട്. ചില ശ്രീന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ ആ പടത്തിൻ്റെ മിടുക്ക് കൊണ്ട് ആ പടത്തിലേക്കാണ് എല്ലാം ലയിച്ചിരുന്നത്. ശ്രീനി പറഞ്ഞു, സിനിമ കഴിഞ്ഞതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇറങ്ങണം, അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങി പോകും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ വേറൊരു ദിവസം വന്നിട്ട് ക്ലൈമാക്സ് കണ്ടുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞു. എനിക്കിപ്പോൾ ഒരു സിനിമ ഞാൻ മുമ്പ് പഠിക്കുന്ന കാലത്തും വീട്ടുകാരെ പേടിച്ചിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു സിനിമ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. കാരണം സമയത്തിന് വീട്ടിലെത്തണം. അപ്പോൾ ഇൻ്റർവ്യൂ വരെ കാണും, അത് കഴിഞ്ഞ് വേറെ ദിവസം ഇൻ്റർവ്യൂവിന് ശേഷം കാണും. ഇങ്ങനെയൊക്കെ കള്ളത്തരം കാണിച്ചിട്ടുള്ള ഒരാളെ
ആളാണ് ഞാൻ. അതുകൊണ്ട് സീനി എപ്പോൾ വേണമെങ്കിൽ ഇറങ്ങാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ സിനിമ കഴിയുന്നതിന് മുമ്പ് ഞങ്ങൾ ഇറങ്ങി, ജനം പുറത്ത് നിൽക്കുകയാണത്. പക്ഷേ നോക്കിയപ്പോൾ ഞങ്ങൾ കാറ് കിടന്നതിൻ്റെ ചുറ്റും കുറേ കാറുകൾ എടുക്കുക എന്നാലോചിക്കണം. ഈ കാറ് കിടക്കുക മാത്രമല്ല, മറ്റേ കാർ എടുത്താലേ ഞങ്ങളുടെ കാർ എടുക്കാനും പറ്റുള്ളൂ. പിന്നെ മുമ്പോട്ടും പിമ്പോട്ടും ഒരു സ്ഥലത്ത് ഇറങ്ങാൻ പറ്റാതെ അപ്പോഴേക്കും സിനിമ വിട്ടു. സിനിമ വിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിൽ പെട്ടുപോയി. ഞാൻ സാധാരണ മനുഷ്യനാണല്ലോ, ഞാൻ അറിയപ്പെട്ട ഒരാളല്ലോ കാഴ്ചയിൽ. സീനിയെ കണ്ടു. സീനി അന്ന് വളരെ പോപ്പുലർ ആണെന്ന് അറിയിക്കണം. സീനിയെ കണ്ടു, സീനിയെ അടുത്ത് കൂടി സീനി ചേട്ടാന്ന് വിളിക്കുന്നു, തൊടുന്നു, തലോടുന്നു, ചിലർ പിച്ചുന്നു, നുള്ളുന്നു, വേദന വരുന്നു. അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, വേദനിപ്പിക്കല്ലേ, വേദനിച്ച സ്വഭാവം മാറേ, ഇതൊക്കെ സീനി പറയുന്നുണ്ട്. തമാശയിൽ കിടന്നാലും സീനി ശരിക്കും ഞെക്കി വേദനിപ്പിക്കേണ്ടി വന്നിട്ടാണ്. പിന്നെ കാണുന്നത് സീനി വഴിണ്ട, നമ്മൾ സിനിമയിലെ ആക്ഷൻ രംഗിൽ നിൽക്കുന്നു, വട 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 എന്നൊക്കെ സീൻ ഇങ്ങനെ പറഞ്ഞു. ഞാൻ സത്യത്തിൽ നെഞ്ചത്ത് കാര്യം എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു, ജനക്കൂട്ടമാണെന്ന് ആലോചിക്കണം. സീനിയുടെ ഈ ഒറ്റ ഞാനിതൊന്നും എനിക്ക് പോകാൻ പറ്റും, സീനി ഇട്ട് പോകാനും പറ്റില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് അറിയാം, ഞാനിവിടുന്ന് മാറി നിൽക്കാലേ എനിക്ക് അടി കൊള്ളും. അപ്പോൾ സീനിയെ കൊണ്ടാലോ, സീനി നമ്മുടെ പടത്തിൻ്റെ ഡയറക്ടർ, നടൻ, എല്ലാ എഴുത്തുകാരെല്ലാം കൂടിയാണ്. സീനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ പടം കെടുക്കും. അപ്പോൾ അതും നടക്കില്ല. അതുകൊണ്ട് സീനിയെ സംരക്ഷിച്ച് കൊണ്ടുപോകേണ്ടത് എൻ്റെയും ചുമതലയാണെന്ന് ഞാനവിടെ നിന്നു. പിന്നെ അടിപിടി തന്നെയാണ് നടന്നത്. അടിപിടി നടന്നു. പിന്നെ ആൾക്കാരെല്ലാം വന്ന് പോലീസ് വന്ന് പിടിച്ചു മാറ്റി. അപ്പോൾ സീനി നമ്മൾ ഒരു ആക്ഷൻ ഇങ്ങനെ ഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് എന്നോടാണ് കളി. കണ്ടില്ലേ അമ്മ, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. നമ്മളങ്ങനെ പോകുന്നു, മഹാണി ഹോട്ടലിൽ ചെല്ലുന്നു. സീനി മമ്മൂട്ടി വിളിക്കുന്നു, പടം കണ്ടു, നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നു. എന്നിട്ട് ചിരിക്കുന്നത്. പിന്നെ ചിരിക്കുക അല്ല, ചിരിയല്ല, നിങ്ങളുടെ പടം കാണാൻ പോയതിൻ്റെ ഇടയിൽ ഒരു അടിപിടി നടത്തുമെന്ന് ആലോചിക്കണം. കാരണം എനിക്ക് അടിക്കേണ്ടി വന്നു. എൻ്റെ ശരീരം നോക്കുമ്പോൾ എനിക്ക് അടിക്കേണ്ടി വന്നു. പക്ഷെ അവന്മാർ കുറേ പേര് എന്നെ കൂടി അടിച്ചു. എൻ്റെ ശരീരത്തിൽ അത് എൻ്റെ മെയ് വഴക്കത്തിനെ കൊണ്ട് ഒരു അടിപിടിയൊന്നും ഏറ്റില്ല. അത് ആലോചിച്ച് ചിരിച്ചതാണ്. അപ്പോൾ ലാസ്റ്റ് എൻ്റെ കമൻറ്റ്, മമ്മൂട്ടി ഉണ്ടായ സംഭവം അറിയാമോ? ഈ ശ്രീനിവാസന് അടിയെല്ലാം കൊണ്ടു. പക്ഷെ ശ്രീനിവാസന് അടി കൊണ്ട് വീണ് കിടന്നാൽ എൻ്റെ പടം മുടങ്ങും. അതുകൊണ്ട് ഞാൻ ശ്രീനിവാസൻ്റെ പുറത്ത് കമിഴ്ന്ന് കിടന്നു. ഈ അടിയെല്ലാം ഞാൻ ഏറ്റുവാങ്ങി. ഇതാ എൻ്റെ ശരീരത്തിലാണ് മൊത്തം അടി കൊണ്ടത്. അപ്പോൾ ഭയങ്കര ഉച്ചത്തിൽ മമ്മൂട്ടി പൊട്ടിച്ചിരിച്ചുകൊണ്ട് അങ്ങനെയെങ്കിലും അവർക്ക് സ്തുതി പാടാൻ പോവുക. കാരണം തന്നെ ഞങ്ങൾക്ക് അടിക്കാൻ പറ്റില്ല, ഇങ്ങനെയെങ്കിലും കുറേ പേര് താൻ അടി കൊണ്ടല്ലോ, അത് മതി എനിക്ക്, എൻ്റെ പടം ഹിറ്റായതിനേക്കാൾ കൂടുതൽ സന്തോഷം ഇതാണെന്ന് പറഞ്ഞ് മമ്മൂട്ടി ചിരിക്കുക. മമ്മൂട്ടി ചിരിയുടെ ഒപ്പം തന്നെ ശ്രീനിവാസൻ്റെ ചിരി കൂടി ലിങ്ക് ചെയ്ത് അവസാനിക്കുക. ഇതിങ്ങനെ സംഭവിച്ചെങ്കിലും ഈ പടം വളരെ സജീവമായിട്ട് പാട്ട് റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞു പോയെങ്കിലും ആ പടം എന്തോ കാരണങ്ങളാൽ, സാമ്പത്തിക പ്രശ്നം മാത്രമായിരുന്നില്ല, അത് ആരൊക്കെയോ വേല വെച്ചിട്ടായിരിക്കാം, ആ പടം അങ്ങനെ നടന്നില്ല. പിന്നീട് ഈ പടം ഞാൻ പോലും അറിയാതെ ശ്രീനിവാസൻ അത് മറ്റാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൽ പ്രിയദർശനാണ് പിന്നെ ആ സിനിമ സംവിധാനം ചെയ്യൽ. അതിൽ ഉർവശിയുണ്ട്, ശ്രീനിവാസനുണ്ട്, മോഹൻലാലുണ്ട്, KP ശ്രീധരനുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. അത് മിഥുനം എന്ന പേരിലാണ് ആ സിനിമ ഇറങ്ങിയതിൽ. ഈ പിതിർ ഇറങ്ങിയപ്പോൾ അതിൽ ഈ സിനിമ കണ്ടിട്ട് എൻ്റെ വൈഫിനെ വിളിച്ചതിൽ പറഞ്ഞു, ഓ സുലോചനെ, നിങ്ങളുടെ കഥയുള്ള സിനിമ ഗംഭീരമായിരിക്കുന്നു. കാരണം സുലോചനയുടെ പേര് പോലും അതിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു ആലോചിക്കണം.